30 വർഷക്കാലം ഒരു മുതലാളിയുടെ കീഴിൽ പണിയെടുത്തിട്ട് തൻ്റെ സ്വന്തം മക്കൾക്ക് ഒരു മുട്ടായി വാങ്ങാനുള്ള ക്യാഷ് പോലും കൊടുക്കാതെ സങ്കടത്തോടെ മനസ്സ് തേങ്ങിപ്പോകുന്ന നിരവധി തൊഴിലാളികളുണ്ട്. അങ്ങനെയുള്ള വലിയ മുതലാളിമാർക്ക് വലിയ ഒരു മാതൃകയാണ്, വലിയൊരു മഹനീയ സന്ദേശമാണ് ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ് മനാഫ് എന്ന ആ സഹോദരൻ. ചില മനുഷ്യരങ്ങനെയാണ്, സ്വന്തം ഭാര്യയോടും മക്കളോടും ഉപ്പയോടും ഉമ്മയോടുമൊക്കെ കാണിക്കുന്ന അതേ സ്നേഹം തൻ്റെ കീഴിൽ പണിയെടുക്കുന്നവരോട്, തൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആ തൊഴിലാളി പണിയെടുത്തിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും മക്കളും കഴിക്കുന്ന അന്നം എന്ന് തിരിച്ചറിയുന്ന ചില മുതലാളിമാരുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആ മനുഷ്യർ ഏതൊരു ആപത്ഘട്ടത്തിലും തൻ്റെ കീഴിലുള്ള തൊഴിലാളിയെ വിട്ടുപോകില്ല എന്ന വലിയ മഹനീയമായ ഒരു സന്ദേശമാണ് മനാഫ് എന്ന ആ സഹോദരൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അൽഹംദുലില്ലാ, പടച്ച റബ്ബിൻ്റെ ഒരടിമ ഇങ്ങനെയൊക്കെ ആകുമോ എന്ന് വല്ലാതെ ചിന്തിച്ചു പോകും. 2 മാസങ്ങൾക്ക് മുമ്പ് ആ ദുരന്തത്തിൻ്റെ ആ ആപത്ഘട്ടങ്ങളിലേക്ക് ആ സഹോദരൻ പെട്ടപ്പോഴും, രാപകലില്ലാതെ ആ മനാഫ് എന്ന ആ സഹോദരൻ അതിനുവേണ്ടി നിതാന്ത അധ്വാനം നടത്തുമ്പോഴും, യൂട്യൂബ് ചാനലുകൾ തുറന്നു വച്ചിട്ട് ആ സഹോദരനെതിരെ ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞു പരത്തിയ മൃഗങ്ങളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. അവരുടെ എല്ലാം ജൽപ്പനങ്ങളെയും അപവാദങ്ങളെയും ഒക്കെ പുറം കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ മഹനീയമായ ഒരു വലിയ സന്ദേശമാണ് മനാഫ് എന്ന ആ സഹോദരൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നെടുക്കാൻ കഴിയുന്നത്. ലോകത്തിൻ്റെ ആത്മീയ ആചാര്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കീഴിലുള്ള ഒരു തൊഴിലാളി, ആ മനുഷ്യൻ പണിയെടുത്തിട്ട് ആ മനുഷ്യൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവൻ്റെ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ ഒരു അനുചരൻ, ആ പ്രവാചകൻ്റെ മഹനീയ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അനുവർത്തമാക്കുമ്പോൾ അതിന്നൊരു സുഗന്ധപൂരിതമാവുകയാണ്. പ്രായമായ സ്വന്തം പിതാവിനെയും ഉമ്മയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളയുന്ന ഇക്കാലഘട്ടത്തിൽ തൻ്റെ കീഴിൽ ലോറി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആ മനുഷ്യനോട് കാണിച്ച ഉള്ളുരുകുന്ന ആ സ്നേഹം, മനാഫ് എന്ന ആ സഹോദരൻ്റെ ജീവിതം നമ്മുടെ ഹൃദയത്തെ കരയിപ്പിക്കുകയാണ്. ആ മനാഫിനെതിരെ ഇല്ലാത്ത അപവാദങ്ങളും ഇല്ലാത്ത മോശമായ ആരോപണങ്ങളും പറഞ്ഞവർ ഹൃദയം മുട്ടി മരിക്കേണ്ട അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എങ്ങനെയാകണമെന്നുള്ളതിൻ്റെ വലിയ ഒരു നന്മയുടെ ഉദാഹരണമാണ് ആ സഹോദരൻ്റെ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ആപത്ഘട്ടങ്ങളിലും പരീക്ഷണങ്ങളിലുമൊക്കെ പലപ്പോഴും മടുത്തു പോകും. ഒരു ഭാഗത്ത് ആ സഹോദരൻ്റെ ലോറിയും അതുപോലെ ആ ക്യാബിനിൽ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ആ സഹോദരൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത ആ വാക്ക് എന്ന് പറയുന്ന ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസ്തത ഇല്ലാത്തവൻ ഒരു വിശ്വാസിയല്ല. ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി, ഒരു കച്ചവടക്കാരൻ തൻ്റെ ഷോപ്പിലേക്ക് വരുന്ന ഏതേത് സഹോദരങ്ങളോടും ആത്മാർത്ഥമായി ഇല്ലാത്ത പഞ്ചസാര വാക്കുകൾ പറഞ്ഞ് നമ്മുടെ വിറ്റഴിക്കാത്ത സാധനങ്ങൾ സാധു മനുഷ്യരിലേക്ക് വിറ്റ് നശിപ്പിച്ച് കളയലല്ല, ആ സഹോദരനെ വലിയ വഞ്ചനയിൽ കൊടുക്കുക എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ
കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്ന ഗോതമ്പ് ധാന്യം കണ്ടിട്ട് പ്രവാചകൻ്റെ കരങ്ങൾ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് കടത്തിവിട്ടപ്പോൾ നനഞ്ഞ ഗോതമ്പാണ് ഉള്ളിൽ നിന്ന് കിട്ടിയത്. പ്രവാചകൻ ചോദിച്ചു, ഇത് ആരുടേതാണത്? വിശ്വാസിയായ ഒരു സഹോദരൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഇത് എനിക്കുള്ളതാണ്. ഇന്നലത്തെ രാത്രിത്തെ മഴയിൽ ശക്തമായി എൻ്റെ ഗോതമ്പ് നനഞ്ഞപ്പോൾ ഗോഡൗണിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ഗോതമ്പ് ധാന്യം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വിതറിയതാണ് പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരനോട് പറഞ്ഞത്, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവൻ വലൈസ മിന്ന, എന്നിൽപ്പെട്ടവനല്ല. നീ ആർക്കൊക്കെ ഇത് സപ്ലൈസ് ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്നല്ല നീ മടക്കി വാങ്ങണം. നിൻ്റെ പരലോകത്ത് നിൻ്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയത്നങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം അതിജീവിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി കാര്യങ്ങളിലേക്ക് കടന്ന ആ സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർജുനൻ എന്ന ആ സഹോദരന് വേണ്ടി യത്നിച്ച മനാഫ് എന്ന സഹോദരൻ മാത്രമല്ല, ഒരുപാട് മനുഷ്യ സ്നേഹികളായ നന്മയുടെ നിറകുടങ്ങളായ നല്ല മനുഷ്യർ നമ്മളോടൊപ്പമുണ്ട്. പടച്ച റബ്ബ് അവരുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.